അപ്പോൾ ഇന്ന് ചെറുപയറും കായയും ചേനയും കൂടിയിട്ടുള്ള എരിശ്ശേരിയാണ് കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ കായയും ചേനയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങയും മുളകും മഞ്ഞളും കൂടി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ, അരപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു കുടംപുളിയും അതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആ സമയത്ത് നമ്മൾ അരച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഇനിയൊരു താളിപ്പും കൂടി റെഡിയാക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കടുകും ജീരകവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടുമ്പോഴത്തേക്കും വേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. വേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിടി തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആ വറുത്തതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയും കൂടി ഒന്ന് ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.